എന്ന് പറഞ്ഞ കലവും അടുപ്പും കൂട്ടി വെച്ച് എന്നെ അങ്ങ് ഇരുത്തി പൊങ്കാലായിട്ട് കൊന്നു കൊല വിളിച്ചു പറയാ. അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു 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 മാവേലി അത് സത്യം പറഞ്ഞാൽ അതൊരു ലേഡി. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ വൈഫ് കട്ട ഓപ്പോസിറ്റ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ എന്റെ കാലുവയ്പ് തന്നെ അച്ഛനെ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടായിരുന്നു. എങ്ങനെയാണ് രണ്ടുപേരും അത് ഹാൻഡിൽ ചെയ്യുന്നത്? ഇതിനൊക്കെ എങ്ങനെയാ ടൈമൊക്കെ കണ്ടെത്തി റീല് ചെയ്യുക എല്ലാ കാര്യങ്ങളും? ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഞങ്ങൾ പിന്നെ വണ്ടിയിലാണ്, ഞങ്ങൾ ലൈഫ് ഫുള്ള് വണ്ടിയിലാണ്. ഞങ്ങൾ 12 മണി വരെ ഞങ്ങൾ വണ്ടി. മാത്രമല്ല മിക്കവാറുള്ള ഷൂട്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ കമ്പനിന്ന് ഉച്ചയ്ക്ക് മുങ്ങണ കഥയൊന്നും പറയണ്ട. ഇത് അറിയാവുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ സ്വന്തം തന്തയെ ജോലിക്ക് അയച്ചാണോടാ നീ ജീവിക്കുന്നത്, നിനക്ക് നാണോ ഇല്ലേ, ചത്തൂടെ. ഞാൻ ഇപ്പോഴേ തന്നെയാണ് ഒരു ഷോക്കിൽ താരാണ് സീരിയസ്ലി. Y2 മീഡിയ ആൻഡ് ഈസി ഡിജിറ്റൽ മീഡിയയുടെ പുതിയൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലുള്ളത് UAE തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാർഡം ഉള്ള ഒരു അടിപൊളി കപ്പിൾസ് ആണ്. എനിക്ക് കൂടുതൽ ഇൻട്രോ തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും പരിചിതമാണ് ഇവരെ. മിസ്റ്റർ അഭിലാഷ്, ലവിങ് വൈഫ് ശ്രീജ. ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാനായിട്ട് സാധിച്ചില്ലേ. നിങ്ങളുടെ റീൽസ് ആണ് മിക്ക സമയത്തും നമ്മൾ എന്താ പറയുക ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിയുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും കാണാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് ഓണം ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് എന്താ പറയുക ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു 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 മാവേലി അത് സത്യം പറഞ്ഞാൽ അതൊരു ലേഡി. നമ്മൾ അങ്ങനെ ഒരു 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 ലേഡി ഒരു മാവേലിയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. അപ്പോൾ എനിക്ക് തോന്നി പെൺപോലെയൊക്കെ തൃശ്ശൂർ വന്നായിരുന്നു പൂരത്തിന്. ആ ഒരു പെൺമാവേലി വന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിള്ളേർ ഉണ്ട്, പെൺകുട്ടികളൊക്കെ ഉണ്ട് ഇതിലൊക്കെ കടന്നു വരാനായിട്ട്. എങ്ങനെയാണ് ശ്രീജ ആ ഒരു ഒരു ലേഡി മാവേലി ആയിട്ട് വന്നത് എങ്ങനെയാണ്? അല്ല, ആക്ച്വലി ലേഡി മാവേലിയാന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാൻഡ് അല്ലായിരുന്നു. ഒരു സുപ്രഭാതത്തില് അവിയേട്ടൻ വന്നിട്ട് അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഷോർട്ട് മൂവി ഉണ്ട്, അപ്പൊ ചിലപ്പോ പോണ്ടി വരും, ഓക്കെ എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങള് വെളിയിലിറങ്ങി വണ്ടിയിലായിരുന്നു. അന്നേരം കണ്ടു അവിടുത്തെ അതിലെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു അവിയേട്ട ഒരു പ്രശ്നമുണ്ട്, എല്ലാം ഓക്കെയാണ്, ചേച്ചിയൊക്കെ ഓക്കെ അല്ലേ, പക്ഷെ അപ്പൊ അതിനകത്തൊരു മാവേലിയുടെ റോൾ ആരും ചെയ്യാൻ റെഡിയല്ല, പക്ഷെ നമ്മുടെ ഇതിനകത്തുള്ള മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ലേഡി മാവേലിയാണ്. അപ്പൊ അവിനോട് ചോദിച്ചു ശ്രീജ ചെയ്യുമോന്ന് ചോദിച്ചു. അപ്പൊ അവ പറഞ്ഞു അവളെ കേട്ടോണ്ടിരിക്കോ, നീ തന്നെ ചോദിച്ചോന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ചോദിച്ചു, ഞാൻ യെസ് മൂടി. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ പൊതുവെ എല്ലാവരും കോമൺ ആയിട്ട് ഒരു റോൾ ചെയ്യുമ്പോൾ എനിക്കൊരു വ്യത്യസ്തമായിട്ട് ചെയ്താൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ചെയ്ത് അപ്പൊ എങ്ങനെയുണ്ട് റെസ്പോൺസും കാര്യങ്ങളൊക്കെ? റെസ്പോൺസ് ഭയങ്കരമായിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ ഞാൻ സെറ്റില് മേക്കപ്പ് ചെയ്ത് ഇറങ്ങിയപ്പോ തൊട്ട് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ എന്നെ വിളിച്ചോണ്ടിരിക്കും മാവേലി എന്തിയ മാവേലി. പക്ഷെ ഞാൻ അവിടെ എല്ലാവരും എന്റെ സെൽഫി എടുക്കലും എന്റെ കൂടെ നിന്ന് റീൽസ് എടുക്കലും ഒക്കെ ബിസി ആയിരുന്നു. അപ്പൊ എന്നെ എപ്പോഴും പിടിച്ചോണ്ട് പോയിട്ട് അവിടെ പിടിച്ചിരുത്തും, മാവേലി ഇവിടെ ഇരുന്നാൽ മതി, ഇവിടുന്ന് അനങ്ങല്ല, ഷോർട്ട് മൂവി കഴിയുന്നവർ ഇവിടുന്ന് അനങ്ങല്ലെന്ന്. ഓക്കെ, ഷോർട്ട് മൂവി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു തല്ലോണമായിരിക്കണം. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളെ വെയിറ്റിംഗ് തന്നെയാണ് ഈ തല്ലോണം എന്ന് പറയുന്ന ഒരു നിങ്ങളുടെ ഷോർട്ട് ഫിലിം കാണാനായിട്ട്. എന്താ അതിനെ പറ്റി പറയാനുള്ളത്? ശരിക്കും തല്ല് തന്നെയാണോ മെയിനായിട്ട് അതിലുള്ളത്? അതിലെ അവസാനമാണ് മെയിനായിട്ട് അവരുടെ ഇതിനകത്തുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവേലി, ലേഡി മാവേലി ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലായിരുന്നു അവരുടെ മെയിൻ കൺസെപ്റ്റ്. ഓക്കെ, അപ്പം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനെ കുറിച്ച് കൂടുതൽ റിവ്യൂ ചെയ്യണ്ട, അപ്പൊ പിന്നെ കാണാനുള്ള ഒരു ജേണൽ പോകുന്ന ഒരു കോമഡി മോഡിൽ എടുത്തിരിക്കുന്ന ബോറടിക്കില്ല, നല്ലൊരു കോമഡി മൂവിയാണ്, ഷോർട്ട് മൂവിയാണ്. ഓക്കെ, ഇനി നിങ്ങളിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ UAE എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. ഇപ്പം നമുക്ക് ചുറ്റും നോക്കി ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് സക്സസ് ആവാന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അവിടെയാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എല്ലാവരും അറിയുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർസ് തന്നെയാണ് നിങ്ങൾ. അപ്പം എങ്ങനെയാണ് ഒരു ഈസി അല്ല നമുക്ക് ഇൻഫ്ലുവൻസർ ആവാ അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സിലൊരു സ്ഥാനം കിട്ടാന്നുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് വന്ന് എത്തിയത്? എങ്ങനെയാണ് ആ ഒരു ജേർണി എങ്ങനെയാണ്? ദാറ്റ് മീൻസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ വൈഫ് കട്ട ഓപ്പോസിറ്റ് ആയിരുന്നു സോഷ്യൽ മീഡിയക്ക്. അത് ശരി, തീർച്ചയായിട്ടും ഭയങ്കരമായ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കാരണം എനിക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പാഷനായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. ജോലിയുടെ ഇടയിലൂടെ ഞാൻ ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വന്നിട്ടാണ് ഇതുപോലുള്ള ഓരോ പ്രോഗ്രാമുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്റെ അവൈലബിലിറ്റി വീട്ടിൽ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ആസ് എ നാച്ചുറൽ വൈഫ്
പ്രോബ്ലംസ് ക്രിയേറ്റ് ആവാൻ തുടങ്ങി, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പതുക്കെ അതിൽ നിന്ന് പിന്മാറി തുടങ്ങി. ശരി. ഞാൻ പിന്മാറി തുടങ്ങി എന്ന് അവൾക്ക് തോന്നിയ കുറെ മൊമെന്റ്സ് ഉണ്ട്. അപ്പൊ അവൾക്ക് തന്നെ അറിയാം അത് എൻ്റെ ഒരു പാഷൻ ആണ് എന്നുള്ളത്. അപ്പോ അവള് അവിടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ പോകുന്ന ഷോകൾക്കെല്ലാം അതുവരെ വരാത്ത ആള് പിന്നെ എന്നെ കൂടെ ഷോകൾക്ക് വരാൻ തുടങ്ങി, ഷോകൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അവളുടെ ഒരൊറ്റ ബലത്തിലാണ് UAE ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു 5ഓളം മെഗാ ഷോ എനിക്ക് ഡയറക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയത് എൻ്റെ കൂടെ. അത് കഴിഞ്ഞു രണ്ടാമത്തെ ഷോ മുതൽ എൻ്റെ ആങ്കറായിട്ട് ആങ്കറായിട്ട് പുള്ളിക്കാരി തന്നെ വന്നു. അപ്പോൾ നമ്മൾ പറയില്ലേ എവറി സക്സസ് സംബഡി ഈസ് ഇൻ ബിഹൈൻഡ്. സോ എൻ്റെ സക്സസിന് 101% ബിഹൈൻഡ് ഇവിടെ തന്നെയാണ്. അപ്പോ ഇങ്ങനെ ഇപ്പൊ അഭിലാഷ് പറഞ്ഞു, എന്താ പറയാ, പൊതുവെ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് ആവാത്ത ഒരാളായിരുന്നു എന്നുള്ളത്. ഇൻട്രോവേർട്ട് ആയിരുന്നു ആ ഒരു ടൈമിൽ. അങ്ങനല്ല, ഞാൻ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ മുംബൈ ബോൺ ആൻഡ് ബ്രോഡ് എനിക്കറിയാം. പക്ഷെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അബിയുടെ. പക്ഷെ ഇടയ്ക്ക് കുറച്ച് ട്രോൾസ്, അത് ഫാമിലിയിൽ വേറെ ഇൻവോൾവ് ചെയ്ത് എന്നെ ഇൻവോൾവ് ചെയ്ത് മെയിൻ ആയിട്ട് അബിയുടെ അച്ഛന്റെ ഫോട്ടോ എടുത്ത് വേറെ ട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അത് വേണ്ട. കാരണം വെച്ചാൽ നമ്മളൊരു പാഷനായിട്ട് നമ്മൾ ചെയ്യുന്നത് പലരും അത് പേഴ്സണൽ ആയിട്ട് എടുത്ത് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു നമ്മൾ തന്നെ ഒരു ഇടവരുത്തുവാണ് നമ്മുടെ അച്ഛനെ പറയാന്നുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ബാക്ക് ഔട്ട് ചെയ്തതാണ്. അന്നേരം ആളും ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, അച്ഛനെയൊക്കെ കൊണ്ടുവന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്നുള്ള ഇത്. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമായി. ഞാൻ പറഞ്ഞ എന്തിനാണ് ഫാമിലിയെ വലിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ എന്നും ആർഗ്യുമെന്റ്സ് ആയിരുന്നു ഈ കാര്യത്തിൽ. പിന്നെ ആൾക്ക് തന്നെ മനസ്സിലായിട്ട് ആള് തന്നെ പിന്നെ അത് ബാക്ക് ഔട്ട് ആവാൻ തുടങ്ങിയപ്പോ എനിക്ക് വിഷമമായി. കാരണം ആളുടെ ഒരു പാഷനാണ്, എല്ലാ കാര്യത്തിനും ആളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അന്നേരം പിന്നെ അബിയുടെ ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു അവര് ചെയ്തോട്ടെ, നീ നിന്റെ രീതിയിൽ നീ മുമ്പോട്ട് പോകും, എന്തിനാ നിങ്ങൾ ഇത് ചെയ്യാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ ആളായിട്ട് പിന്നെയും തുടങ്ങാം. പിന്നെയാണ് അതെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പരസ്പരം സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അഭിലാഷ് ആൻഡ് ശ്രീജ നിങ്ങള് ഒരുപാട് വൈറലാവാനായിട്ട് എനിക്ക് തോന്നുന്നു ശ്രീജ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ ഒരു വലിയൊരു സംഭവം ഉണ്ട്. എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും, എന്നാലും ഈ ഒരു സംഭവം ഇപ്പൊ ഒന്ന് ഓർമ്മിക്കാൻ പറ്റും? തീർച്ചയായിട്ടും. കാരണം സോഷ്യൽ മീഡിയയിൽ എന്റെ കാൽവയ്പ് തന്നെ അച്ഛനെ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും വെക്കേഷൻ കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. കുറച്ച് ഫ്രണ്ട്സ് സർക്കിൾ മാത്രമുണ്ട്. ഒരു വെക്കേഷന് അച്ഛൻ, കാരണം പറഞ്ഞല്ലോ ബോംബെയിലാണ് അന്ന് ഞങ്ങളുടെ വെക്കേഷൻ ഉണ്ടായിരുന്നത്, അച്ഛൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ മുംബൈയിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ മുംബൈയൊക്കെ കറങ്ങി കണ്ടു, അവിടുത്തെ കുറെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു വന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛന് ഞാൻ ദുബൈയിലേക്ക് തിരിച്ചു കയറുന്നതിന്റെ തലേ ദിവസം രാത്രി അച്ഛനെ ഞാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറ്റി വിടുവാണ്. അപ്പൊ അച്ഛനെ ഞാനിങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ടാറ്റ കാണിച്ചിട്ട് അച്ഛനിങ്ങനെ എയർപോർട്ടിലേക്ക് ഭയങ്കര സങ്കടത്തിൽ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നൊരു ഇതായിരുന്നു. അപ്പൊ ആ നടന്നു പോകുന്ന ആ ഒരു സീന്, അപ്പൊ ഞാൻ അതിലൊരു ക്യാപ്ഷൻ ഇട്ടു, ഇതേപോലുള്ള അവസ്ഥകൾ നമ്മളെ പോലുള്ള പ്രവാസികൾക്ക് നോക്കി നിൽക്കാനേ കഴിയൂ എന്നൊരു ക്യാപ്ഷനോട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇത് എങ്ങനെയാണ് ഇത്രയും ഷെയർ ആയതെന്നോ, മലയാളികളല്ലേ പൊങ്കാലയായിരുന്നു. അതായത് വയസ്സായ ഈ പ്രായത്തിൽ സ്വന്തം തന്തയെ ജോലിക്ക് അയച്ചാണോടാ നീ ജീവിക്കുന്നത്, നിനക്ക് നാണമില്ലേ, ചത്തൂടെ എന്ന് പറഞ്ഞ കലവും അടുപ്പും കൂട്ടി വെച്ച് എന്നെ അങ്ങ് ഇരുത്തി പൊങ്കാല ഇട്ടു, കൊന്നു കൊല പിടിച്ചു. ഒരു 2-3 ദിവസം ഈ സൈബർ അറ്റാക്ക് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക്. കാരണം പല ഓൺലൈൻ ചാനലുകളിൽ ഈ ഒരു വീഡിയോ വരുന്നു, പലരും എനിക്ക് പേഴ്സണലി അയച്ചിരുന്നു, പലരും എന്നെ വിളിക്കുന്നു. കാരണം അച്ഛൻ കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സീനാണ്. അപ്പൊ അച്ഛനെ ഞാൻ പണിക്കയച്ചിട്ട് അതെ ആ ഒരു അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. പിന്നെ അവസാനം 1-2 സുഹൃത്തുക്കളുടെ അഭിപ്രായം പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ഞാനെടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അച്ഛൻ എന്നെ ശ്രദ്ധയ്ക്ക് വന്നതാണ്, വന്നിട്ട് അച്ഛനെ ഇങ്ങനെ തിരിച്ചയക്കുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങളിപ്പോ ദുബൈയിലാണ് ഉള്ളത്, ഞങ്ങളാണ് കഷ്ടപ്പെടുന്നത്, അല്ലാതെ അച്ഛനെ കഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പോഴാണ് സത്യം പറഞ്ഞ ആൾക്കാർ അങ്ങനെയാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു വീഡിയോ ഇത്രയും വേൾഡ് വൈഡ് ആയിട്ട് വൈറലാവുന്നത്. പിന്നെ അവിടെ നിന്ന് ചെറിയ റീൽസുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു സമയത്ത് ഇവിടെ നമ്മുടെ UAE നമ്മുടെ ഞാൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരുന്നത് ടിക്ടോക്കിനകത്തായിരുന്നു. കാരണം ഇന്ത്യയിൽ ടിക്ടോക്ക് നിർത്തി, അവിടെ മാത്രമേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ ഈ ഓരോ സിനിമകളുടെ ഓരോ ചെറിയ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ച് എവിടെ ഓഫീസിൽ പോകും. എനിക്ക് ആ സമയത്ത് കൊറോണയ്ക്ക് വർക്കിംഗ് ഹോമാണ്. അപ്പൊ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇതുപോലെ അഭിനയിച്ചൊക്കെ നോക്കും, 10-30 മറ്റേ ഷോട്ടൊക്കെ എടുത്തിങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ പോസ്റ്റ് ചെയ്തോണ്ടിരുന്നു. പക്ഷെ അതൊന്നും വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയി. എന്തിനെയോ കുറിച്ച് ഒരു ദിവസം ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ നാവുകൾ കൊണ്ട് പ്രതികരിച്ച ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട്
മൂവായി. അത് ആൾക്കാർ ഒരുപാട് അപ്രിസിയേഷൻ ഒക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് പലരും പറഞ്ഞു നിന്റെ സംസാരത്തിന് നിനക്ക് എന്തെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റും, സോ സ്പീക്ക്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഓൺ വോയിസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നത്. പിന്നീട് നമ്മളൊരു ഷോപ്പ് തുടങ്ങി UAE-ൽ ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ കാലിക്കുപ്പി മൊബൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ്, മൊബൈൽ ഷോപ്പായിരുന്നു. പിന്നെ അവിടുത്തെ ഒരുപാട് കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അതിനകത്ത് ഓൺ വോയിസുകളിലൂടെ അവതരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വൈഡായിട്ട് നമ്മൾ വന്നു തുടങ്ങി. പിന്നീടാണ് അത് പിന്നീട് ഇൻസ്റ്റാഗ്രാമിലേക്കോ അല്ലെങ്കിൽ ഓരോ തലങ്ങളിലേക്കും ഒക്കെ എത്തിപ്പെട്ടത്. നമ്മൾ വന്നൊരു വഴി എന്ന് പറയുന്നത് അതിപ്പോഴും ടിക്ടോക്ക് തന്നെയാണ്. ഇപ്പം ശ്രീജി ആയാലും അഭിലാഷ് ആയാലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഓക്കെ, അപ്പം ഈ വർക്കും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ കൂടിയിട്ട് കൊണ്ടുപോകുക, ഒരു ഫാമിലി എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് രണ്ടുപേരും അത് ഹാൻഡിൽ ചെയ്യുന്നത്? ഇതിനൊക്കെ എങ്ങനെയാ ടൈമൊക്കെ കണ്ടെത്തി റീൽ ചെയ്യുക, എല്ലാ കാര്യങ്ങളും? ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വണ്ടിയിലാണ്, ഞങ്ങൾ ലൈഫ് വണ്ടിയിലാണ്. ഞങ്ങൾ 12 മണി വരെ ഞങ്ങൾ വണ്ടിയിലായിരിക്കും. ശരി. എന്തെങ്കിലും പിറ്റേ ദിവസത്തേക്കുള്ള ഷെഡ്യൂൾ എല്ലാം ആദ്യമേ പറയും, ഇന്ന സമയത്ത് ഞാൻ നിന്നെ വന്ന് പിക്ക് ചെയ്യും, ഇന്ന സമയം ഇങ്ങനെയാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദി ടൈം തന്നെ അബി കൺസ്ട്രക്ഷനിലായതുകൊണ്ട് പുള്ളിക്കാരന് പല സൈറ്റ്സ് ആയതുകൊണ്ട് പുള്ളിക്കാരന് ഇടയ്ക്ക് ഉച്ചയ്ക്കൊക്കെ ഫ്രീ ടൈം എടുത്ത് പോകാൻ പറ്റും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഓഫീസ് വർക്കാണ്, ഞാൻ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല പ്രാവശ്യവും എനിക്ക് ചില ഷൂട്ട്, ഇപ്പം ഇന്നും ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് പോകാൻ പറ്റിയിട്ടില്ല. കാരണം രാവിലെ എനിക്ക് എന്തായാലും മസ്റ്റായിട്ട് ഓഫീസിൽ കയറണം. അത് കഴിഞ്ഞ് 6 മണി കഴിഞ്ഞുള്ളതിന് എല്ലാത്തിനും എന്നെ അതുകൊണ്ട് ആടിപ്പോ എല്ലാ ഷൂട്ടും 6 മണി കഴിഞ്ഞാണ് എടുക്കുന്നത്. അപ്പൊ എന്നെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് കൊണ്ടുപോവാ ചെയ്യുന്നത്. അത് മാത്രമല്ല മിക്കവാറും ഉള്ള ഷൂട്ട് പിന്നെ വേറെ ഉണ്ട്. ഈ കമ്പനിന്ന് ഉച്ചയ്ക്ക് മുങ്ങണ കഥയൊന്നും പറയണ്ട, അറിയാന്നുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ. ഇല്ല, എനിക്ക് തോന്നുന്നു ശ്രീജനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷന് എന്താ പറയാ, ഒരു ജോലി HR മാനേജർ എന്ന് പറയുന്ന ജോലി കഴിഞ്ഞിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നു. ക്രാഷ് ആവാതെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ ആൾട്ടർനേറ്റ് സാറ്റർഡേ ഓഫ് ഉണ്ട്. ആ ദിവസങ്ങളിൽ ചിലപ്പോൾ 2-3 ഷൂട്ടുകൾ ഒരുമിച്ചെടുക്കും. പിന്നെ സൺഡേസുകളിൽ ചിലപ്പോൾ കാറിനകത്ത് തന്നെ 2-3 ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തന്നെ മാറിയിട്ട് 2-3 ഷൂട്ടുകൾ എടുത്തിട്ട് പിന്നെ നമ്മൾ ഓരോ ദിവസങ്ങളിൽ ഇന്റർവെല്ലിൽ അതിങ്ങനെ റിലീസ് ചെയ്യുന്ന. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. പിന്നെ നമുക്കറിയില്ല, നമ്മളറിയില്ല ഇതൊക്കെ ഒരു ടൈമാണ്, ടൈമിൽ ചെയ്തു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഒരു സമയത്ത് ഇപ്പൊ നാളെ ഇന്ന് ഞാൻ ഓടുവാണെങ്കിൽ നാളെ നമ്മുടെ സ്ഥലത്തേക്ക് വേറെ ആൾക്കാരാണ്. അപ്പൊ ആ ഒരു ടൈം പീരീഡിനകത്ത് എന്തെങ്കിലും ചെയ്യുക, നമ്മളൊരു മാർക്ക് ഇടുക എന്നുള്ളൊരു സംഭവത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഇവന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഒരുപാട് സെലിബ്രിറ്റീസിന് നമുക്ക് നമ്മുടെ ഇവിടുത്തെ പല സീസൺ ലൈക്ക് ഒക്കേഷൻസ് അനുസരിച്ച് എന്തെങ്കിലും ഫെസ്റ്റിവൽ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് സെലിബ്രിറ്റീസിന് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു സെലിബ്രിറ്റീസിനെ നിങ്ങൾ ആ ഒരു രീതി എങ്ങനെയാണ്? ആദ്യത്തെ ഒരു ഇവന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസീസ്, നോബി ഇങ്ങനെയുള്ളവരെല്ലാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അസീസയ്ക്ക് ഒരു അവാർഡ് കിട്ടിയപ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങളൊരു പ്ലാൻ ചെയ്യുന്നത് നല്ലൊരു ഇവന്റ് ചെയ്യാൻ എന്നുള്ളത്. അതായത് അസീസയ്ക്ക് ഇത്രയും വലിയൊരു കെയ്ൻസ് അവാർഡ് കിട്ടുമ്പോൾ ആ കെയ്ൻസ് അവാർഡ് വിന്നറായ അസീസിന് നമുക്കൊരു ഇത് കൊടുക്കണം എന്നുള്ളൊരു സംഭവത്തിൽ ഞങ്ങൾ സുഹൃത്തുക്കൾ, ഞാനും റജിൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഇരുന്ന് ആലോചിച്ചപ്പോൾ, കാരണം ഞങ്ങൾ രണ്ടുപേരും കോമൺ ഫ്രണ്ടാണ് അസീസ് സർവാങ്ങ്. അപ്പോൾ പുള്ളിയെ നമുക്ക് എങ്ങനെ ഒരു ഇത് കൊടുക്കാം എന്നുള്ളൊരു സംഭവത്തിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ എന്നാൽ നമുക്കൊരു ചെറിയ ഷോ ആയിട്ട് ചെയ്തിട്ട് നമുക്കത് കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് അസീസ് നെടുമങ്ങാട്, അതുപോലെ നോബി, അതുപോലെ നമ്മുടെ അഖിൽ കവലിയൂര്, ഉല്ലാസ് പന്തളം, ഇതെല്ലാം നമ്മുടെ ആ ഒരു സൗഹൃദ ബിനീഷൊക്കെ പിന്നെ വരുന്നത് സൗഹൃദ വലയത്തിലുള്ള ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ നോബിയും ഉല്ലാസണ്ണനും എല്ലാവരും കൂടെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞങ്ങളും വരാം ഷോയിൽ, നിങ്ങളൊരു ഷോ തട്ടിക്കൂട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അസീസിന് നമുക്കൊരു ഷോ ആക്കി ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ആദ്യത്തെ ഞങ്ങളുടെ മെഗാ ഷോ വരുന്നത്. അപ്പോൾ അസീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. അത് വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. മർഹബ മോളിന്റെ ഇൻഡോറിൽ വെച്ചിട്ട് ഞങ്ങളതൊരു പ്ലാൻ ചെയ്ത് ഒരു വലിയ ഷോ ആക്കി ചെയ്തു. ബട്ട് ഗോഡ് ഗ്രേസ് ഭയങ്കര ഹിറ്റായ ഒരു ഷോ ആയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പ്രചാരം കിട്ടി. അതുപോലെ ഒരുപാട് ജനം മർഹബ മോളിന്റെ ഇൻഡോർ നിറഞ്ഞു കിടന്നു. അത്രമാത്രം വലിയൊരു ഷോ ആയി, ഭയങ്കരമായിട്ട് സക്സസ് ആയ ഒരു ഷോ ആയി. രണ്ടാമത്തെ ഒരു ഷോ പ്ലാൻ ചെയ്തത് വീണ്ടും ഇതുപോലെ ഈ ഫസ്റ്റ് ഷോ ഹിറ്റായതോടുകൂടി അടുത്തത് ഒരെണ്ണം പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രണ്ടാമത്തെ ഷോ പ്ലാൻ ചെയ്യുന്നത്. അതും ഭയങ്കരമായിട്ട് ഹിറ്റായി. മൂന്നാമത് ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും കുറച്ച് വെറൈറ്റി വേണമെന്നുള്ളൊരു സംഭവം. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ക്ലബിൽ ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഇരിക്കുമ്പോൾ അവിടെ അൺഫോർച്ചുനേറ്റ്ലി എത്തിപ്പെടുകയാണ് ബിനീഷ് വാസ്തിയൻ, നമ്മുടെ ടീം. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ടീമിനെ പരിചയപ്പെട്ടു. അന്ന് നമ്പറൊക്കെ മേടിച്ചു. എന്നിട്ട് ഞാൻ അന്ന് ടീമിനോട് പോകുമ്പോൾ ടീം പറഞ്ഞിരുന്നു നമുക്ക് ഒരു ഷോ ചെയ്യണം എന്നുള്ളത്.
അവിടെ നിന്ന് ആ ഒരു പറഞ്ഞതിൽ വെച്ചിട്ടാണ് മൂന്നാമത്തെ അജ്മാനിലെ ഉമ്മൽ മൊമീൻ ഹാളിൽ വെച്ചിട്ട് ഓണത്തിനൊരു ഗംഭീര ഷോ ഞങ്ങൾ പ്ലാൻ ചെയ്ത് തങ്കച്ചൻ, ബിനീഷ് ബാസ്യൻ, അഖിൽ കവലിയൂര് ഉൾപ്പെടെയുള്ള ഒരു 9 താരനിര വെച്ചിട്ട് ഞങ്ങൾ മൂന്നാമത്തെ ഒരു ഷോ ചെയ്തു. അത് ഏകദേശം 3000-ന് മേലെ ജനം ഇറങ്ങിയിട്ട് അവസാനം അകത്ത് കയറാൻ വയ്യാതെ ഫുള്ള് പോലീസ് എല്ലാം വന്ന് ജനങ്ങളെ പിടിച്ചു നിർത്തേണ്ട അവസ്ഥയിലേക്ക് ഒരു വലിയ ഷോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 4ാമത് വീണ്ടും ഒരു ഷോ ചെയ്തു. അപ്പൊ 5ാമത്തെ ഷോ കുറച്ചുകൂടെ വലുതാക്കി ചെയ്യണം ആഗ്രഹം. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു മൂവിയുടെ ലോഞ്ച് ഉൾപ്പെടെ, അതായത് എന്ന സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന മൂവി, അർജുൻ അശോകൻ, അതുപോലെ അനശ്വര രാജൻ, ബാലു വർഗീസ്, റിയാസ് ഖാൻ, നമ്മളെ മരണപ്പെട്ടുപോയ കലാഭവൻ നവാസ് ഖാൻ ഉൾപ്പെടെയുള്ള 12ഓളം സിനി ആർട്ടിസ്റ്റുകളെ ഇറക്കി മർഹബ മോളിന്റെ ഔട്ട്ഡോറിലൊരു ഗംഭീര ഷോ ഇറക്കി. ജനസമുദ്രമായ ഒരു ഷോ ആയിരുന്നു. അതും ഭയങ്കരമായി ഹിറ്റാക്കി. ഇപ്പൊ തൽക്കാലം ഷോകൾ തൽക്കാലം ഇവന്റ്സുകൾ സ്റ്റോപ്പ് ചെയ്ത് സമയം കിട്ടുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം കൂടെ എത്തിപ്പിടിക്കാൻ പറ്റും. എല്ലാ വർഷവും കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇവിടെ ഒരു ജോബ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അതായത് നമ്മുടെ ഹൗസ് മെയ്ഡുകളും അല്ലെങ്കിൽ സെർവന്റുകളൊക്കെ ആയിട്ട് വീട്ടുകളിൽ ജോലി ചെയ്യുന്ന 1000-600ഓളം ചേച്ചിമാര് ജോലി ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇത്. അപ്പോൾ അവർക്ക് വലുതായിട്ട് ഫണ്ടൊന്നുമില്ല. അപ്പൊ അവരുടെ ആ ഒരു സ്ഥാപനം 6 പേര് തുടങ്ങിയ 600-700ഓളം പേര് ഉള്ളൊരു സംഘടനയാണത്. അപ്പൊ അവർക്ക് ഞങ്ങളോട് കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഞങ്ങളോടൊന്ന് പറഞ്ഞു, ഞങ്ങളെ കയ്യിൽ പൈസയൊന്നും ഇല്ല എടുത്തു തരാൻ, അപ്പോൾ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവൂ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഷോ ചെയ്തു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും റജലും ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, ഇതിന് പൈസയൊന്നും മേടിക്കണം, നമുക്ക് ഫ്രീ ആയിട്ട് അവർക്കൊരു ഷോ ചെയ്ത് കൊടുക്കാം. അന്നത്തെ ഞങ്ങളുടെ ആ ഷോയ്ക്ക് ബിനീഷ് ബാസ്യനും തങ്കച്ചനും എല്ലാം ഇവിടെ ഉണ്ട്. അന്ന് ബിനീഷിനോട് ഞാൻ പോയി പറയുന്നുണ്ട്, ബിനീഷ് പാവപ്പെട്ട ആൾക്കാരാണ്, നമുക്ക് പേയ്മെന്റ് ഒന്നും വാങ്ങിക്കണം, നമുക്കൊന്ന് ഗസ്റ്റായിട്ട് നിനക്ക് വരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അതും നല്ല മനസ്സുള്ള ആൾക്കാരാണ്. കാരണം കൂടെ ഉള്ളവരും അതുപോലെ നമ്മൾ മനസ്സിലാക്കുന്ന ബിനീഷ് എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല ചേട്ടാ, പ്ലാൻ ചെയ്തു, നമുക്ക് നല്ലൊരു ഷോ ചെയ്യാം എന്ന് പറഞ്ഞ് ബിനീഷ് നമ്മളെല്ലാവരും കൂടെ അവർക്ക് വേണ്ടി ഒരു ഷോ ചെയ്ത് കൊടുത്തിരുന്നു ഫ്രീ ആയിട്ട്. രണ്ടാമത് അവർ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഇതാണ് ഒരു ഷോ കൂടെ ചെയ്യണം, അതും ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുത്തു. ഇപ്പൊ ഈ വരുന്ന 21-ാം തീയതി അവരുടെ 3ാമത്തെ ഷോയാണ്. അവർക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒത്തുകൂടാൻ അപ്പൊ എന്നോട് ചെയ്യാമെന്ന് വെച്ചാൽ ഇത്തവണ ഒരു ചെറിയ മെഗാ ഷോ മോഡലിൽ അവർക്ക് വേണ്ടി തികച്ചും ഫ്രീ ആയിട്ട് അവർക്ക് ആ ഒരു പാവം ചേച്ചിമാരെ നമ്മളെ കൂടെ പുറപ്പുള്ള പോലെയല്ലേ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഷോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ഷോകളാണ്. ഒരു മെഗാ ഇവന്റ് ഡിസംബറിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും എന്താ പറയാ, ഇത്തരം നല്ല ഒരുപാട് നമുക്ക് പല ആൾക്കാർക്കും നമ്മൾ സഹായം ചെയ്യണം എന്നൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. ചില ആൾക്കാർ ചിലപ്പോൾ അതൊന്നും ചെയ്യാറില്ല. പക്ഷെ നിങ്ങളത് കറക്റ്റ് ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്ത് നിങ്ങൾ അതിന് വേണ്ടി ടൈം കണ്ടെത്തി ഇപ്പൊ അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എല്ലാവിധ ബ്ലെസ്സിങ്സും ഞാൻ ഇപ്പോഴേ തന്നെ ആ ഒരു ഷോക്ക് തരാണ്. സീരിയസ്ലി താങ്ക്സ്. പിന്നെ പറയുകയാണെങ്കിൽ ഇനിയിപ്പോ നിങ്ങളുടെ ഇൻ ഫ്യൂച്ചർ പ്ലാൻസ്, ഇപ്പം നിങ്ങൾ ആക്ടിങ്ങിലൊക്കെ അത്യാവശ്യം ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട്, രണ്ടുപേരും മോശമൊന്നുമല്ല. ഒരു സിനിമ അങ്ങനത്തെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാര്യങ്ങൾ? ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു ഇവിടെ. നമ്മുടെ ഡയറക്ടർ മഞ്ജിത്തും അതുപോലെ അഖിൽ കവലിയൂരും പ്രൊഡ്യൂസറും എല്ലാം വന്നിട്ട് ഞങ്ങളാണ് അതിന്റെ ഓഡീഷനൊക്കെ അറേഞ്ച് ചെയ്തത്. സ്പോട്ട് എന്ന് പറയുന്ന ഡാൻസ് സ്കൂളിൽ വെച്ചിട്ട് അജ്മാനിൽ ഞങ്ങൾ തന്നെയാണ് അനൗൺസ് ചെയ്തത്. ഒരുപാട് പേർക്ക് ഞങ്ങൾ അവിടത്തേക്ക് സംഭവം അന്ന് ഓഡീഷന് വന്നിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി മേ ബി ആ ഒരു സിനിമ വർക്കൗട്ട് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാത്ത ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് 2-3 ചാൻസുകൾ ഓൾറെഡി വന്നു. പക്ഷെ ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാ ഷൂട്ടുകളും നടക്കുന്ന നാട്ടിലാണ്. അപ്പോൾ ലാസ്റ്റ് ഇപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷം വന്ന ഒരു സാധനം ഏകദേശം അവർക്ക് 13-14 ദിവസത്തോളം ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും ഇവിടെ നിന്ന് നമ്മുടെ ജോലി കളഞ്ഞിട്ട്, കാരണം എനിക്ക് എന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എനിക്ക് എന്റെ ജോലിയാണ്. ഞാൻ ഈ 14 വർഷം കൊണ്ട് UAE-യിലുണ്ട്. ഈ 14 വർഷം കൊണ്ട് എനിക്ക് ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒരു മകനാണ്. അപ്പൊ എന്റെ അമ്മ മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 12 വർഷം കഴിഞ്ഞു. കാരണം എന്റെ അമ്മ മരണപ്പെടുന്നത് ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ടാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് ആ അസുഖം കടന്നു വരുന്നത്. 99% ലിവർ അമ്മയുടെ ഡാമേജ് ആയതിനു ശേഷമാണ് ഞങ്ങളെല്ലാം അറിയുന്നത്. അപ്പോൾ ബ്ലഡ് ഡൊമിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അന്ന് പല ഹോസ്പിറ്റലുകളിലും 2 ദിവസവും 3 ദിവസവും എന്ന് പറഞ്ഞിടത്തുനിന്ന് എറണാകുളം അമൃതയിൽ നിന്നും അതുപോലെ ട്രാൻഡത്ത് ഓസ്മോയിലെ ഡോക്ടർമാരെ ചേർന്ന് ഏകദേശം 5 വർഷത്തോളം അമ്മയെ പിടിച്ചു നിർത്തി. ആ പിടിച്ചു നിർത്തി 5 വർഷം എനിക്ക് എൻ്റെ അമ്മയെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഒരു ഭീമമായ പൈസ ചിലവായിട്ടുണ്ട്. അതിനെനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് എൻ്റെ ഈ ജോലിയാണ്. അന്ന് ഈ ജോലി എനിക്കുള്ളത് കൊണ്ടായിരുന്നു എനിക്ക് അതിൽ നിന്ന് ഇൻകം ഉണ്ടായത്. എനിക്ക് എൻ്റെ അമ്മ 5 വർഷത്തോളം ട്രീറ്റ്മെന്റ് എടുക്കാൻ സഹായിച്ചുകൊണ്ട് എനിക്ക് എന്നും ജീവിതത്തിൽ എന്നും എൻ്റെ പ്രയോറിറ്റി ജോലിയാണ്. കാരണം ഇന്ന് ഞങ്ങൾക്ക് നാളെ ഈ ഒരു സമയത്ത് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ നിന്ന് പോയാൽ ഞങ്ങളെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയുണ്ട്, ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പിന്നെ ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്
അതിഭയങ്കരമായ സിനിമയെക്കാട്ടി ഉപരി എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കാണ്. അച്ഛൻ പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നാട്ടിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ് പുള്ളി. അപ്പോൾ പുള്ളി നാട്ടിൽ നിന്ന് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല. ശരി. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാണ് ഇവിടെ കൊണ്ട് നിർത്താൻ. ഇവിടെ കൊണ്ടുവന്ന് 2 മാസം വിസിറ്റിന് കൊണ്ടുവരുമ്പോൾ പോലും ഒരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ പുള്ളി വലിയ വിടും. അപ്പോൾ ഇനി ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ബോംബെയിൽ വീണ്ടും ഒരു ദൈവം സഹായിച്ചിട്ടൊരു വീണ്ടും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് അങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ആ വീട് ഇപ്പോൾ എല്ലാവർക്കും കൂടെ, അതായത് ഇവളുടെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അച്ഛനും എനിക്കും ഇവൾക്കും എല്ലാവർക്കും കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടൊരു അത്യാവശ്യം വലിയൊരു ഫ്ലാറ്റ് തന്നെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഏകദേശം 2027 അല്ലേ, 2027 കിട്ടും. ആ സമയം ഇവിടുന്ന് ജോലിയൊക്കെ നിർത്തി പോകണം, അച്ഛനോടൊപ്പം എല്ലാവരോടൊപ്പം സെറ്റിൽ ആവണം ബോംബെയിൽ. അങ്ങനെയൊക്കെയുള്ള കുറെ ചിന്തകളുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല, ഒന്നും പ്രതീക്ഷിക്കാതെ ഇവിടം വരെ എത്തിയത്. മുമ്പോട്ട് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന മൊമെന്റ് മാത്രമേ ഉള്ളൂ നമുക്ക് സ്വന്തമായിട്ട്. അപ്പൊ ഇനി മുമ്പോട്ടുള്ള ദൈവത്തിന്റെ കയ്യിലാണ്. പ്രതീക്ഷകൾ വർക്കൗട്ട് ആവും. പക്ഷെ അഭിലാഷ് പറഞ്ഞു വെച്ചത് ഭയങ്കര വലിയൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് നമ്മൾ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും പിന്നെ ജോലിയൊന്നും വേണ്ട, ഇതിൽ തന്നെ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യാം. പക്ഷെ അങ്ങനെ അവർക്ക് ഭയങ്കര ഒരു മെസ്സേജ് കൂടിയിട്ട് പാസ് ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും എന്താ പറയാ, ചിലരെ സംബന്ധിച്ച് ചിലപ്പം അത് ഓക്കെ ഫൈൻ ആവും. പക്ഷെ എന്നാലും നമ്മൾ എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നമ്മുടെ സൈഡിൽ നമ്മുടെ ജോലി എപ്പോഴും സേഫ് ആക്കി വെക്കണം എന്നുള്ളത് ഭയങ്കര ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസക്ക് എന്ന് പറഞ്ഞാൽ ഇത് അധ്വാനം അല്ലാതെ ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എസ്പെഷ്യലി ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഇതിനകത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പക്ഷെ നമ്മൾ ഇതൊരു വീഡിയോ എടുക്കുന്നതായാലും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നതായാലും ശരി, എന്ത് സംഭവമായാലും നമ്മൾ നമ്മുടേതായ എനർജി അതിനകത്ത് കൊടുത്തിട്ടാണ് ഈ ചെയ്യുന്നത്. ബട്ട് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഈ നിമിഷം വരെ ഭക്ഷണം നന്നായിട്ട് കഴിച്ചിട്ടുള്ളത് എൻ്റെ ജോലിയുണ്ട്. എനിക്ക് നാളെയും, കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചു വിട്ട സോഷ്യൽ മീഡിയ അല്ല. എനിക്ക് ഞാൻ നേടിയെടുത്ത വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു വന്നത് എൻ്റെ ജോലിയിലാണ്. ഇന്നും ഞാൻ സാറ്റിസ്ഫാക്ഷനോട് കൂടി എൻ്റെ ജോലി ചെയ്യുന്നത് ഞാൻ പഠിച്ച ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് അതിലൊരു മടുപ്പില്ല ഈ സെക്കൻഡ് വരെ. കാരണം പിന്നെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ അത്യാവശ്യം ലക്ഷറി ആയിട്ട് ജീവിക്കുന്നത്. എൻ്റെ ഫാമിലി എനിക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് UAE കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ 10 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം വൈഫ് ഇവിടെ തിരിച്ചെത്തിയ ആളാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ 10 വർഷം കൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാകും. എനിക്ക് ഈ ആളിനെ ഇവിടെ നിർത്താൻ പറ്റിയതും അല്ലെങ്കിൽ എനിക്ക് വീട്ടിലെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ പുതിയ വീട് മേടിക്കുന്നതായാലും എല്ലാം ഞാൻ ഉണ്ടാക്കിയത് ഈ ജോലിയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ നിന്ന് എനിക്ക് ഒരുപാട് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് പോലും ഞാൻ ആ കമ്പനിയിൽ ഞാൻ ഇപ്പോഴും നിൽക്കുന്നതും ആ ഒരു ചെറിയ നമ്മുടെ മനസാക്ഷിയോടുള്ളൊരു ഇതുകൊണ്ടാണ്. ആ കമ്പനി ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഇതുവരെ എത്തിയത്. അപ്പോൾ ഇന്നും ഞാൻ പറയുമ്പോൾ പറഞ്ഞു വിടുന്നത് പോലെ ആ കമ്പനി തന്നെ. ആ കമ്പനി പറഞ്ഞോട്ടെ ഇനിയൊരു ജോലി നോക്കൂല, തിരിച്ചു പോകും എന്നുള്ള ചിന്തയിലാണ്. അതുപോലെ തന്നെയാണ് പുള്ളിക്കാരി വന്നിട്ട് ഒരു കമ്പനി ജോലിക്ക് കയറി. ഏകദേശം ഇപ്പോൾ 9 വർഷമായിട്ട് ആ കമ്പനി തന്നെയാണ്.